ഗൾഫ് മേഖലയെ ആശങ്കയിലാക്കി ഇറാന്റെ പ്രത്യാക്രമണം തുടരുമ്പോൾ UAE-യിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. മനാമയിലെ ഹോട്ടലുകളിൽ നിന്ന് ഉടൻ വിട്ടുപോകണമെന്ന് പൗരന്മാരോട് ബഹ്റൈനിലെ അമേരിക്കൻ എംബസി ആവശ്യപ്പെട്ടു. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE എന്നിവിടങ്ങളിലെ പൗരന്മാർ ഉടൻ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം എന്ന് UK നിർദ്ദേശം നൽകി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായുണ്ട്. റഹീസ്, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ ആശങ്ക വർദ്ധിക്കുകയാണോ? ഇതിന്റെ ഭാഗമാണോ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ, പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കയും UK-യും നൽകിയിരിക്കുന്നത്? എന്തൊക്കെ മുൻകരുതൽ നടപടികളും നീക്കങ്ങളുമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു 2-3 ദിവസം ഈ യുദ്ധത്തിന് ഒരു അയവും ഉണ്ടാകില്ല എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും UAE-യിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെയും അടച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായി ഒരു ദിവസത്തേക്കാണ് അടച്ചിരിക്കുന്നതെങ്കിലും എന്തായാലും ബുധനാഴ്ച വരെ ഇതിന് പ്രവർത്തിക്കാൻ ഇടയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്വകാര്യ മേഖലയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും റിമോട്ട് ജോബ് ഏർപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം നൽകുന്നുണ്ട്. അപ്പോൾ അതും ആളുകൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നതിനെ തടയുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണങ്ങളൊക്കെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഉണ്ടായതുപോലെ ഏതാണ്ട് ഇന്നലെ ഉണ്ടായ അതേ പാറ്റേണിൽ തന്നെ ഏതാണ്ട് അതേ സമയങ്ങളിൽ തന്നെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇന്ന് സ്വാഭാവികമായും അത് അബുദാബിയെയും ദുബായിയെയും കീഴിലുമായിരുന്നു ആക്രമണം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ UAE കൂടുതലായി ആ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന സ്കൂളുകൾക്കുള്ള ആ ഒരു 3 ദിവസത്തെ റിമോട്ട് സ്കൂളിംഗ്, അതായത് ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് സ്കൂളും മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ജോലിയുടെ കാര്യം ആ തരത്തിൽ മാറിയിരിക്കുന്നു. അങ്ങനെ പൊതുവിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കാൻ UAE തീരുമാനമെടുക്കുന്നു. നേരത്തെ തന്നെ കുവൈറ്റും ഖത്തറും ഒക്കെ സമാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഈ റിമോട്ട് സ്കൂളിംഗ് ഒക്കെ പോലെ അതുപോലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഒഴിവാക്കുന്നു. ഈ പറയുന്ന ചില റെസ്റ്റോറന്റുകൾ, ചില പ്രധാനപ്പെട്ട ഏരിയകൾ, ഇവിടെയൊന്നും ആളുകൾ കൂടുന്നതിനോ പ്രത്യേക പാർട്ടികൾ നടത്തുന്നതിനോ ഒക്കെ ഇന്നലെ തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ കൂടുതലായി ആളുകൾ തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുക, പൊതു റോഡുകളിലേക്ക് ഇറങ്ങുക, ഇതൊക്കെയും കട്ട് ചെയ്യാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കുവൈറ്റിൽ നിന്നും വരുന്ന കുറച്ച് അധികം അറിയിപ്പുകൾ കൂടിയുണ്ട്. അത് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ അത് കൂടുതലായി നടത്തുന്നു. സ്ഥിരം ഈ ദിവസവും ഇങ്ങനെ ക്യാമ്പുകൾ തുടരും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന കുവൈറ്റിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി സംവിധാനത്തിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യങ്ങൾ, ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊരു തരത്തിലും ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ, ആ ഒരു അറിയിപ്പൊക്കെയും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ എംബസി കുവൈറ്റ് കൃത്യമായി ആക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ആളുകൾ കൂടുതലായി പുറത്തിറങ്ങുന്നത് തടയാനായി ഓരോ രാജ്യങ്ങളും ശ്രമിക്കുന്നു. അത് കൃത്യമായി സൂചന നൽകുന്നത് ആക്രമണം തുടരും, അത് തടയാനായിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് GK. ശരി, മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.